നമ്മുടെ പ്രിയ ചങ്ങാതികളെ പരിഗണിക്കാനും ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും നമുക്ക് കഴിയണം. വാക്കുകളേക്കാൾ വാചാലമാകണം നമ്മുടെ ഭാവങ്ങൾ. കാരണം വാക്കുകൾ വായിൽ നിന്നാണ് വരുന്നത്, പക്ഷേ ഭാവങ്ങൾ ഹൃദയത്തിൽ നിന്നുമാണ് വരുന്നത്. നല്ല സുഹൃത്തുക്കൾ സന്തുഷ്ട ജീവിതത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണ്. സന്തുഷ്ടമായി ജീവിക്കുന്നവർ ജീവിതത്തിൽ അനേകം സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നു. നമ്മുടെ മനോഭാവം പോലെ തന്നെയാണ് സൗഹൃദം വികസിക്കുന്നത്. സൗഹൃദം ബോധപൂർവം സ്ഥാപിച്ചെടുക്കുന്ന ഒന്നല്ല, അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ഞാനിവിടെ കസേരയിൽ ഇരിക്കും, നിങ്ങൾ വന്ന് ഉപചാരപൂർവ്വം കൈ തന്ന് സൗഹൃദം സ്ഥാപിക്കണം എന്ന മനോഭാവത്തിൽ ഇരിക്കുന്നവർക്ക് സുഹൃത്തുക്കളെ കിട്ടാൻ അല്പം പ്രയാസമാണ്. നമ്മളൊന്ന് കൈ നീട്ടിയാൽ എതിർവശത്തു നിന്നും നമുക്ക് നേരെ ഒരു കൈ വരും. നമ്മളൊന്ന് പുഞ്ചിരിച്ചാൽ നമുക്ക് പുഞ്ചിരി തിരികെ ലഭിക്കും. മറ്റുള്ളവരെ പരിഗണിച്ചാൽ നമ്മളെയും അവർ പരിഗണിക്കും. പാലങ്ങൾക്ക് പകരം മതിലുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ നാം ഒറ്റപ്പെടുക തന്നെ ചെയ്യും. സൗഹൃദം സൃഷ്ടിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അത് നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. ജപ്പാനീസ് പഴമൊഴി പറയുന്നത്, ഒരാളുടെ സ്വഭാവം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നില്ല എങ്കിൽ അവരുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ യഥാർത്ഥ മൂല്യങ്ങൾ എങ്ങനെയാണോ അത് നോക്കിയാണ് സുഹൃത്തുക്കൾ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എന്നോർക്കുക.